ഹായ് ഹലോ എവരി വൺ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. 3 ദിവസത്തെ വീഡിയോ എല്ലാം കൂടിയിട്ട് ഒറ്റ വ്ളോഗാക്കിയതാണ്. അപ്പോൾ എൻ്റെ ഒരു ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് വെള്ളിയാഴ്ച രാത്രിയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ വെള്ളിയാഴ്ച ഒരു ഗ്രൂം ട്യൂബി എല്ലാം ആക്കുക, എല്ലാവരും ബ്ലാക്ക് ഇടണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ബ്ലാക്ക് എല്ലാം ഇട്ടിട്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. ഫോട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനും അനിയത്തിയും മോളും ഉമ്മയും എല്ലാവരും കൂടി ബ്ലാക്ക് ഇട്ടിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പം പെട്ടെന്ന് തന്നെ പോകണമെന്നെല്ലാം വിചാരിച്ചതേനു. അങ്ങനെ മാറ്റിയെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് മഗ്‌രിബെല്ലാം കഴിഞ്ഞ് കുറേ ടൈമായിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ ഇതാ പോകുന്ന വഴിക്കാന്ന് എനിക്ക് ഒരു ക്ലിപ്പ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചക്കരക്കല്ലിറങ്ങി അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഫുള്ളാകെ നെട്ടിപ്പോയി കേട്ടോ. ആരും ഇല്ല, ഫുള്ള് പണിക്കാരും എല്ലാം സെറ്റാക്കുന്നേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച് വെള്ളിയാഴ്ച പരിപാടിയെല്ലാം ഉണ്ടാന്ന് തന്നെ വിചാരിച്ച് പോയിനേനു. അങ്ങനെ ഇതാ ഉള്ളിക്കേറി നമ്മൾ കല്യാണ പെണ്ണിനെയൊക്കെ എടുത്ത ലഹങ്കയും പിന്നെ പെട്ടിയിൽ വെക്കേണ്ട സാധനങ്ങളും അങ്ങനെ എല്ലാം നോക്കലാന്ന് കേട്ടോ. ഈ ലഹങ്ക നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എൻ്റെ കല്യാണത്തിനും ഇതേ സെയിം കളർ ലഹങ്കയേനു. അങ്ങനെ ഇതാ സ്റ്റേജ് മുതലും കുട്ടികളെല്ലാം കൂടി ഡാൻസെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും ബ്ലാക്കെല്ലാം ഇട്ട് നല്ല അടിപൊളിയായിന്. പക്ഷേ ഗ്രൂം ട്യൂബെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പന്തലെല്ലാം സെറ്റാക്കി ലൈറ്റെല്ലാം വെക്കുന്നേ ഉള്ളൂ കേട്ടോ. വെള്ളിയാഴ്ച രാത്രി പിന്നെ ശനിയാഴ്ച രാത്രി മൈലാഞ്ചി, ഞായറാഴ്ച കല്യാണം അങ്ങനെയാണ്. അങ്ങനെ അവിടെ നിന്നെല്ലാം കൊത്തിപ്പറിക്കിയ കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടിയിട്ട് ഒരു വ്ളോഗാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ഫുള്ള് വൈബിലാണ്. അങ്ങനെ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ മൈലാഞ്ചും എടുത്തിട്ട് എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫുണ്ട്, അപ്പോൾ ഓളാണ് കേട്ടോ ഇട്ടിരുന്നത്. അങ്ങനെ ഇതാ മൈലാഞ്ചെല്ലാം ഇട്ട് സെറ്റായി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മൈലാഞ്ചെല്ലാം പെട്ടെന്ന് തന്നെ കഴുകി കളയേണ്ടി വന്നിന് കേട്ടോ. മോളെ കൊണ്ട് ഒരു രക്ഷയും ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് തന്നെ അങ്ങനെ കഴുകി കളയേണ്ടി വന്നേ. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ഗ്രൂം ട്യൂബിൻ്റെ എല്ലാം സെറ്റാക്കി മൊത്തത്തിൽ ബലൂണെല്ലാം വീർപ്പിച്ച് ആ സ്റ്റേജെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്ക്, ഒരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ എൻ്റെ മൈലാഞ്ചി കണ്ട പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞുകൊണ്ട് ഇങ്ങനെയാനും കളർ ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ. നല്ല വൃത്തിക്ക് നല്ല നീറ്റുണ്ടായിരുന്നു ഒട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇതേപോലത്തെ ഡിസൈനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കല്യാണച്ചക്കൻ്റെ കണ്ണടിയെല്ലാം വെച്ച് കുട്ടപ്പനാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ കുഞ്ഞളന്മാരാണ് രണ്ടാളും. അങ്ങനെ ഇതാ ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേജിൻ്റെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിൻ ഫോട്ടോഷൂട്ട് തന്നെയാണെന്നല്ല. അങ്ങനെ ഇതാണ് കേട്ടോ അവരെ ഫാമിലി, ചെക്കൻ്റെ ഉപ്പ ഉമ്മ അനിയത്തിമാർ. പിന്നെ ഇത് നമ്മളെ ഫാമിലിയാണ് കേട്ടോ, എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഓരോരോ ഫാമിലിയായിട്ട് അങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നത് പെട്ടി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ കണ്ണൂർക്കാർക്ക് അറിയായിരിക്കും, കണ്ണൂരിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെട്ടി കൊടുത്തേക്കും കേട്ടോ. രാത്രി കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ടൈം പെട്ടി ഉണ്ടാവും. പെട്ടിയിൽ പെണ്ണിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും സംഭവങ്ങളും പിന്നെ പെണ്ണിൻ്റെ ഫാമിലിയിലുള്ളവർക്ക് കുറച്ച് ആൾക്കാർക്കും അങ്ങനെയെല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ. അങ്ങനെ സോപ്പ്, പൗഡർ, ചെറുപ്പ്, ക്രീം, വാച്ച്, ഡ്രസ്സ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. കണ്ണൂരുകാർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും, ബാക്കി നാട്ടിലുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഉറങ്ങി എണീറ്റ് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഇത് മൈലാഞ്ചിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാനും സ്റ്റേ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ പോക്കും വരുത്തലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറച്ചധികം ദൂരമുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മൈലാഞ്ചിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ചെറിയൊരു കളറെങ്കിലും ഉണ്ട്, എന്നാലും ഭയങ്കര സങ്കടമായി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ കഴുകിക്കളയേണ്ട അവസ്ഥ വന്നുകൊണ്ട് അങ്ങനെ കഴുകിക്കളഞ്ഞതാണ്. അങ്ങനെ രാവിലെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ടായിന്. അങ്ങനെ കുറച്ച് ടൈമെല്ലാം അവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ഓരോരോ ആൾക്കാർ ഓരോ ടൈം കിട്ടുന്നതിനെയാണ് കേട്ടോ ആ മൈലാഞ്ചെല്ലാം ഇടുന്നുണ്ടായിന്. അങ്ങനെ കുട്ടികളെ കളിയെല്ലാം കണ്ട് കുറച്ച് ടൈം ഇങ്ങനെ അവിടെയെല്ലാം ഇങ്ങനെ ഇരുന്ന് കളിച്ച് അങ്ങനെ ബാക്കി ഇങ്ങനെ ചെറിയ പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ പന്തൽ സെറ്റാക്കുന്നുണ്ട്. ലൈറ്റെല്ലാം സെറ്റാക്കുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് ലൈറ്റെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടേനു. അങ്ങനെ സ്റ്റേജുമെന്ന് കുട്ടികൾ പിന്നെ സ്റ്റേജുമ്മ തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ സ്റ്റേജുമ്മലെല്ലാം കയറി കുറച്ച് പാട്ടെല്ലാം വെച്ച് കുറച്ചൊരു വൈബെല്ലാം ആക്കിയിട്ടുണ്ടേനു. പിന്നെ തലേന്ന് രാവിലെ അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിട്ടില്ല. ഫാമിലിനെ നമ്മളും പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇവിടെ നിന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
ബാക്കി എല്ലാവരും തലേന്ന് തന്നെ പോയിട്ടുണ്ടേനു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം എല്ലാം ആകുന്ന ടൈമാണ് കേട്ടോ എല്ലാവരും വരാം. അങ്ങനെ ഇതാ സ്റ്റേജെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഡെക്കറേഷൻ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതാ തലേന്നത്തെ ഗ്രൂം ട്യൂബെല്ലാം അവിടെ തന്നെയുണ്ട്, അതൊന്നും വലിച്ചു മാറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ പാട്ടെല്ലാം വെച്ച് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. രാവിലെ എല്ലാം കുറച്ചൊരു മൂടെല്ലാം ഒന്ന് ഓണായിന്. അതുകൊണ്ട് നമ്മുടെ കണ്ണൂർക്കാരെ കല്യാണം അങ്ങനെയാണ് കേട്ടോ. നിക്കാഹ് ഞായറാഴ്ച പള്ളിയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഇതാ ചെക്കൻ്റെ റൂമാണ് കേട്ടോ ഇത്. കല്യാണ ചെക്കൻ അങ്ങനെ റൂമൊന്നും പൊതുവേ അങ്ങനെ സെറ്റാക്കൊന്നും ചെയ്യില്ല, എന്നാലും അങ്ങനെ ഒരു റൂമുള്ളതുകൊണ്ട് ചെറിയൊരു സെറ്റപ്പെല്ലാം ആക്കിയിട്ട് റൂമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി റൂമിനേനും ഒരു ഡ്രസ്സിങ് ടേബിളും ഇങ്ങനെ ബെഡും എല്ലാം സെറ്റാക്കിയിട്ട് ഒരു നല്ലൊരു മഞ്ചാക്കി വെച്ചിട്ടുണ്ട് റൂമെല്ലാം. അങ്ങനെ ഇതാ പിന്നെ ഇതാ ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കൽ തന്നെയാണ് കേട്ടോ മെയിൻ പണി. ഇതാ ഓരോ ആൾക്കാർ ഫ്രീ ആകുന്നതിന് ഓരോ ആൾക്കാർക്ക് അങ്ങനെ കഴിയുന്ന പോലെയുള്ള മൈലാഞ്ചെല്ലാം ഇട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അന്നേരമാണ് ടി വി എല്ലാം കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇതാ ടി വി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ പണിയെല്ലാം നടക്കുന്നത് തലേന്ന് പകലാണ് കേട്ടോ, രാവിലെ. പിന്നെ ഇതാ അന്നേരമാണ് മഹറെല്ലാം കൊണ്ടുവന്നത്. മഹർ പിന്നെ ഉമ്മ പെങ്ങന്മാരെല്ലാം ഇട്ട് കൊടുക്കുന്ന വളയും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഉച്ചയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ റെഡിയാകാൻ വേണ്ടി പോക്കാന്ന്. അങ്ങനെ ഇതാ എല്ലാവരും സാരിയാണ് കേട്ടോ തലേന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ സാരി. അങ്ങനെ എല്ലാവരും സാരിയെല്ലാം എടുത്ത് ഫുള്ള് സെറ്റായി നിന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഡ്രസ് കോഡ് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും സാരി അത്ര തന്നെ. അങ്ങനെ ഇതാ എൻ്റെ സാരി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളെല്ലാം റെഡിയായി നിന്നിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ട് അങ്ങനെ സാരിയെല്ലാം ഇട്ട് റെഡിയായി നിൽക്കലാണ് കേട്ടോ. ലേറ്റ് ആയിനേനു സാരിയെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കന്നെ. എന്നിട്ടിട്ട് സാരി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പെണ്ണിന് രാത്രി കല്യാണത്തിന് അന്ന് രാത്രി എടുക്കേണ്ട ഡ്രസ്സും പിന്നെ നമ്മൾ മാറ്റിക്കൊടുക്കുമല്ലോ അങ്ങനത്തെ ആ ഒരു ലഹങ്കയും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോസൊന്നും അത്ര ടൈമായിട്ടും ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലേനു. അപ്പോൾ എല്ലാവരും കൂടി വന്ന് എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എല്ലാം എടുക്കണമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതാണ്. എന്നാലും എല്ലാവരെയും ഒന്നും അങ്ങനെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളിങ്ങനെ പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സാരി എങ്ങനെയുണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മൾ സാരിയെല്ലാം എടുത്ത് ഇങ്ങനെ എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു മൈലാഞ്ചി തന്നത് സാരി എടുത്തിട്ട് തന്നെ മതിയായിട്ടുണ്ടായിരുന്നു. മോളെയും കൊണ്ട് സാരി എടുക്കാന്നെല്ലാം പറയുന്നത് വൻ പണി തന്നെയാണ്. പൊതുവെ എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോളുള്ളതുകൊണ്ട് തന്നെ സാരി എടുത്തിട്ട് ഭയങ്കര അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടൈമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് സമാധാനം. പിന്നെ ഫുള്ള് പാട്ടുപാടലും അങ്ങനെയെല്ലാം അടിപൊളിയായിട്ട് ആ ഒരു ദിവസം തന്നത് ഭയങ്കര അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ നമ്മൾ പാട്ട് പാടുന്ന ടൈം പുറത്തുനിന്ന് ബോയ്സ് എല്ലാം കൂടിയിട്ട് വൻ ഡാൻസ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇത് വോയിസ് ഓവർ കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പാട്ട് വെച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കോപ്പി റേറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ ഇതിന് വോയിസ് അതേപോലെ കൊടുക്കാൻ പറ്റാണ്ടായത്. അങ്ങനെ നമ്മുടെ മെഹന്തി നൈറ്റും അങ്ങനെ അടിപൊളിയായിന് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു 3 ദിവസത്തെ വീഡിയോ എല്ലാം കൂടിയിട്ട് ആകെ കൂടി ഒരു 13 മിനിറ്റ് വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യറ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ കണ്ടിട്ട് ഇതുവരെയായിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതെൻ്റെ ഉമ്മാമയും കല്യാണ ചെക്കനുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോരെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, അപ്പോൾ കമൻറ്റും കൂടി ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാണ്ട് അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണുന്നില്ലേ, അവിടെ ഓളെന്ന് കൊടുത്താൽ ഞാൻ ഇനി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന ടൈമിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഡാൻസിലും കളിച്ച് ഫുള്ള് ഭയങ്കര ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്ന എന്താ പറയാൻ തന്നെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഫുള്ള് പാട്ട് വെച്ചിട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ മൈലാഞ്ചി എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മൈലാഞ്ചിൻ്റെ അന്ന് രാത്രി ഇവിടെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതെൻ്റെ ഒരു വൈബ് കുഞ്ഞളിയാണ്. അപ്പോൾ കുഞ്ഞളി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതാ ഭയങ്കര ഡാൻസെല്ലാം കളിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ കസിൻസ് എല്ലാമാണ്. അങ്ങനെ ഇതാ നമ്മുടെ മൈലാഞ്ചെല്ലാം പൊടി പൊടിച്ചിട്ടുണ്ടേനു. അപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര ഒരു
കല്യാണ വൈബിൽ തന്നെയാണ് രാത്രി മൊത്തത്തിലുണ്ടായത്. അങ്ങനെ ഇതാ നമ്മുടെ ഡേ 3 സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ്. അപ്പോൾ രാവിലെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം അങ്ങനെ സെറ്റാക്കി ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വെൽക്കം ഡ്രിങ്ക് എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് തന്നെയായിരുന്നു. അങ്ങനെ നിക്കാഹ് രാവിലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി നിന്നിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ ഇതാ കല്യാണ ചെക്കനെല്ലാം റെഡിയാക്കി ചെക്കൻ ഇതാ നിക്കാഹിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ നിക്കാഹ്. അങ്ങനെ ഇതാ ചെക്കനും ആൾക്കാരും എല്ലാവരും ഇറങ്ങിയതിന് ശേഷം കേട്ടാ നമ്മൾ മേക്കപ്പും പരിപാടികളിലേക്കെല്ലാം ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് കേട്ടാ കല്യാണ ചെക്കൻ്റെ അനിയത്തി, ഏറ്റവും ഇളയ അനിയത്തിയാണ്. അപ്പോൾ ഇവളൊരു ഫാഷൻ ഡിസൈനറാണ് കേട്ടാ. അപ്പോൾ നമുക്കെല്ലാം മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് തിളങ്ങട്ടെ എന്ന് വിചാരിച്ച്, കല്യാണമൊക്കെ അല്ലേ. അങ്ങനെ നമ്മളിതാ റെഡിയായി ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ കഴിയില്ലെങ്കിൽ വിചാരിച്ചിട്ട് നേരെ തന്നെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ റെഡി ആയതാണ്. അങ്ങനെ ഇതാ മോളെയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ കസിൻസ് എല്ലാം അയച്ചെന്ന വീഡിയോ ക്ലിപ്പെല്ലാം കൂടിയിട്ട് അങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും കാര്യമായിട്ട് വേണ്ടേ. അങ്ങനെ കല്യാണത്തിനൊന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇതാ കുറച്ച് മാത്രം ക്ലിപ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. നിക്കാഹിന് പോയ ടൈമുള്ള ക്ലിപ്പാണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ ഇതാ ഉച്ച സമയം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും പെണ്ണിനെ മാറ്റി കൊടുക്കാനെല്ലാം വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ, അമ്മോളിയും കൊണ്ട് പോക്കെല്ലാം വൻ റിസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാനും അമ്മായും കല്യാണ ചെക്കൻ്റെ ഉമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ വീട്ടിൽ. അതാണ് കല്യാണ വീടെല്ലാം ഇങ്ങനെ ഫുള്ള് കാലിയായിട്ട് കാണുന്നത്. അങ്ങനെ ഇതാ പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. പെണ്ണിനെയും കൊണ്ട് വരുന്ന ടൈമിൽ ഭയങ്കര വൈബ് തന്നെയാനും കേട്ടോ. അപ്പോൾ ഭയങ്കര മിസ്സായിട്ടുണ്ടേനു ആ ഒരു ആ ഒരു പെണ്ണിനെ കൂട്ടാൻ പോകുന്നതെല്ലാം ഭയങ്കര രസമാണല്ലോ. അപ്പം അതെല്ലാം ഭയങ്കരമായിട്ട് മിസ്സായിട്ടുണ്ടേനു. അങ്ങനെ ഇതാ കല്യാണം എല്ലാം മൊത്തത്തിൽ കഴിഞ്ഞ് രാത്രി അവരെല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.